മലപ്പുറത്ത് മഴയിൽ തകർന്ന് തരിപ്പണമായ കുരിയാട് ദേശീയപാത നമ്മളാരും മറന്നുപോയിട്ടില്ല. തകർച്ചയ്ക്ക് പിന്നാലെ ബന്ധപ്പെട്ട ആളുകൾ ഇടപെട്ടതോടെ അതേ പാതയിൽ ഇപ്പോൾ ഉയരുകയാണ് ഒരു വയഡക്റ്റ് പാലം. ഒരു സൂപ്പർ പാലമാണ് കേട്ടോ. ശക്തമായ മഴയിൽ ഏറെ ഉയരത്തിൽ നിന്നും പ്രധാന റോഡ് സർവീസ് റോഡിലേക്ക് തകർന്നു വീണു. പൂർണ്ണമായും യാത്രാ നിരോധനം ഏർപ്പെടുത്തി. തകർച്ചയെ തുടർന്ന് രാഷ്ട്രീയമായും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച ഈ പാതയിൽ ഇപ്പോൾ പുത്തൻ പ്രതീക്ഷയാണ് ഉയരുന്നത്. കൂരിയാട് തകർന്ന സ്ഥലത്ത് വയഡക്റ്റ് പാലം നിർമ്മിക്കുകയാണ്. നിലവിൽ ടെക്സ്റ്റ് പൈലിംഗ് പൂർത്തിയായി. തൂണുകളുടെ നിർമ്മാണവും നടക്കുകയാണ്. 400 മീറ്റർ നീളമുള്ള പാലമാണ് പദ്ധതിയിലുള്ളത്. 3 വരി വീതിയിൽ 2 പാലങ്ങളായാണ് നിർമ്മിക്കുക. ഇരുഭാഗത്തേക്കുമായി 24 തൂണുകളുണ്ട്. 120 ബീമുകളോടെയാണ് പാലം നിർമ്മിക്കുന്നത്. തൂണുകൾ തമ്മിൽ 30 മീറ്റർ അകലമുണ്ടാകും. വയലിൽ കൂടുതൽ ഒഴുക്കുള്ള ഭാഗത്ത് 40 മീറ്റർ വീതിയിലാകും തൂണുകൾ സ്ഥാപിക്കുക. ഇപ്പോൾ പാലം നിർമ്മാണത്തിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതിൻ്റെ പൈലിംഗ് നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ തൂണുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ KNRCയുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കുന്നവയാണ്. പക്ഷേ ഈ വർക്കുകൾ വളരെ പതുക്കെയാണ് പോകുന്നത്. മഴക്കാലത്ത് പാടശേഖരത്തിനെന്ന വെള്ളം കയറുമെന്നതിനാൽ പാലത്തിനൊപ്പം സർവീസ് റോഡുകളും ഉയർത്തണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. വെള്ളം കയറുന്നത് തടയാൻ കലുങ്കുകൾ പദ്ധതിയിലുണ്ടാകും. അത്രയും ഉയരത്തിൽ ഇവിടെ ഒരു റോഡുണ്ടായിരുന്നോ എന്ന് സംശയിക്കും വിധത്തിലുള്ള മാറ്റമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിവേഗത്തിൽ പുതിയ റോഡ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. അവിടെ ഒരു വയഡക്റ്റ് പാലം നിർമ്മിക്കാനുള്ള തീരുമാനം ഗംഭീരമായി. പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു എന്നറിയുമ്പോൾ അതിലും സന്തോഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.